ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഡോക്ടറല്ല, നിങ്ങൾ പറഞ്ഞ ദൈവതുല്യം എന്ന് കാണുന്നുണ്ട്, നിങ്ങൾ ദൈവമല്ല, പക്ഷെ നിങ്ങളൊരു മാജിക് ഉണ്ട്. അതാണ് ഫ്രണ്ട്ഷിപ്പ്. സദസ് കലിയുഗത്തില് ഭാരതത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തോ ഒരു കാര്യം ഈ പാട്ടിലൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലൂടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരു സിസ്റ്റർ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയുടെ സ്പീച്ച് ഡിലേ ആണ്. അപ്പം വർത്താനം പറയുന്നില്ല, കുറേ 3-4 വയസ്സ് കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങൾ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് അതിൻ്റെ കൂടുതൽ പാടാൻ ശ്രമിച്ചിട്ട് സംസാരിച്ചത് ആദ്യമായിട്ട്. ഞാൻ ഇത്രയും നേരം പാട്ട് കേൾക്കുകയായിരുന്നില്ല, അതൊരു ചികിത്സയായിരുന്നു, സാന്ത്വനമാണ്. എന്ന് വെച്ചാൽ ബെസ്റ്റ് മ്യൂസീഷ്യൻസ് ഞങ്ങളാണോ? അല്ലോ, അതാണ് അതിൻ്റെ രസം അല്ലേ. നമുക്ക് തന്നെ അറിയാം, ഇതിൻ്റെ അകത്ത് ഒത്തിരി പേര് പറയാറുണ്ട് ഇവന്മാരാണോ ഇത്രയും പറ്റും. ഞങ്ങൾക്കറിയാം, ആരും പറയേണ്ട കാര്യമില്ല. വി ആർ നോട്ട് ദി ബെസ്റ്റ് സിംഗേഴ്സ്, നമുക്കറിയാം. പക്ഷേ വി ആർ ദി ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ഞാൻ പറയാം. അഭിപ്രായ വ്യത്യാസം എല്ലായിടത്തും വരില്ല, പക്ഷെ അത് എത്രത്തോളം ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളിടത്താണ്. അവിടെ ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നിടത്തൊന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് പോകുന്നിടത്താണ് ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആകുന്നത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൽ ഒരാൾ പറയുന്ന ഏതാണ് ബെറ്റർ എന്ന് രണ്ടാളും മനസ്സിലാക്കുന്നിടത്താണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ വരുന്നത്. വി മൈ നോട്ട് ബി ദി ബെസ്റ്റ് ടാലന്റഡ് പീപ്പിൾ, പക്ഷെ നമ്മൾ ദി മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് നമുക്കാകാൻ പറ്റും. പ്രവീണ് നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളെ കണക്കിൽ പെട്ടണം, നിർബന്ധമായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് മിസ്സാകുന്നുണ്ട് പ്രവീണ. കുറേ നാൾ ടീമിൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് പല മൊമെൻറ്റ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഞാൻ ഭയങ്കര ഇതാവും. ഇപ്പോൾ ലാസ്റ്റ് ഭജൻ കണക്റ്റിന് ഇവർ എനിക്കൊരു സർപ്രൈസ് എൻട്രി ഒക്കെ തന്നായിരുന്നു. ഒന്നും ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, പക്ഷേ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഭയങ്കര ഇൻട്രോ പോലെ എന്തെങ്കിലും കാണുമെന്നറിയാമെന്നല്ലാതെ ഒരു 5 minutes വീഡിയോ ഒന്നും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 1.5 വർഷം മാറി നിന്ന് നമ്മളുടെ ഒരു കുഞ്ഞിൻ്റെ വളർച്ച കാണുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. നവീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവീൺ മനോഹരി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ജനങ്ങൾ ആ പാട്ട് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാളെ ഉള്ളൂ ഭജന കേൾക്കാനെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്നത് ഉപേക്ഷിച്ചിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഈ കാണുന്ന 10,000 കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഇതിങ്ങനെ നന്ദഗോവിന്ദത്തിന് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. എന്താണോ പാഷൻ അതിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ വീട്ടുകാർ പല കാര്യങ്ങളും പറയുമായിരിക്കും. അപ്പം ഇപ്പോഴത്തെ ഏറ്റവും സൊസൈറ്റിയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതല്ലേ, വീട്ടുകാർ പറയുന്നു ഡോക്ടറാകണം, എഞ്ചിനീയർ ആണെങ്കിൽ അല്ലെങ്കിൽ അത് കൊടുക്കണം, അവർ ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന പാത്തിൽ കൂടെ തന്നെ കുട്ടികൾ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സർട്ടൺ പോയിന്റിന് ശേഷം അവർ ബ്രേക്ക് ഡൗൺ ആവും. ഇപ്പം ഞാൻ പോലുവാണെന്നുണ്ടെങ്കിലും ഓക്കെ, ഞാൻ ഒരു സൈഡിൽ കരിയറിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. യെസ്, ഐ എം മേക്കിംഗ് മണി, ഗുഡ് മണി ഫ്രം ദുബായ്. പക്ഷേ 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല. ഞാൻ ശരിക്കും എൻ്റെ മനസ്സ് കിടക്കുന്നത് മുഴുവൻ ഇവിടെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഓൾവേസ് കീപ്പ് ഓൺ ഫോക്കസിങ് ഓൺ. ഇപ്പം പലരും ഈ പറയണ ദൈവതുല്യം കാണുന്ന ആളുകളാണ് നിങ്ങൾ, അങ്ങനെ തന്നെ പറയും. ഇപ്പം ഏത് മതസ്ഥരായിക്കോട്ടെ, ഇപ്പം നിങ്ങളുടെ ഭജന കേൾക്കുമ്പോൾ ഒരു റിലീഫ് ഉണ്ട്. ഇപ്പം പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ട്രോമ, ഡിപ്രഷൻ അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഭജനയാണ് കേൾക്കാൻ പറയണേ. പലർക്കും ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, വന്ന് നിങ്ങളുടെ ഭജന കേട്ടതിന് ശേഷം റിലീഫ് കിട്ടിയ ആളുകളുണ്ട്. അത് കമൻസിലൂടെയും കുറിപ്പിലൂടെയൊക്കെ പല സ്ഥലത്ത് വായിക്കാനും സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു ഡോക്ടറല്ല, നിങ്ങൾ ഇപ്പം പറഞ്ഞ ദൈവതുല്യം എന്ന് കാണുന്നുണ്ട്, നിങ്ങൾ ദൈവമല്ല, പക്ഷേ നിങ്ങളൊരു മാജിക് ഉണ്ട്. സോ അത് സ്വയം വിശ്വസിക്കുന്നുണ്ട്, ആ ഒരു മാജിക്. അതാണ് ഫ്രണ്ട്ഷിപ്പ്. മാജിക് ഫ്രണ്ട്ഷിപ്പ്. ഇത്രയും പേര് പറയുമ്പോൾ തന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. എന്താ അത് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യം ഈ പാട്ടിലൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലൂടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ ഒത്തിരി മെസ്സേജ് വരാറുണ്ട്. ഇന്നലെ ഒരു ലേറ്റസ്റ്റ് മെസ്സേജ് വന്നേക്കുന്ന ഒരു സിസ്റ്റർ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയുടെ സ്പീച്ച് ഡിലേ ആണ്. അപ്പം വർത്താനം പറയുന്നില്ല, കുറേ 3-4 വയസ്സ് കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങൾ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് അതിൻ്റെ കൂടുതൽ പാടാൻ ശ്രമിച്ചിട്ട് സംസാരിച്ചത് ആദ്യമായിട്ട്. അതൊക്കെ എന്താ പറയേണ്ടത്, അതൊക്കെ ദാറ്റ്സ് സംതിങ് അല്ലേ. ശരിയാ. മേ ബി ആ മ്യൂസിക്കിൻ്റെ ആവാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലൂടെ വരുന്ന പോസിറ്റിവിറ്റിയുടെ ആവാം. അതെ. പിന്നെ
ഈ പറഞ്ഞ പവറിന്റെ അനുഗ്രഹം. വി ഡോണ്ട് നോ, നമുക്കറിയത്തില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്, അപ്പം അറിയില്ല. മ്യൂസിക്കിന് എപ്പോഴും ഒരു പവർ ഉണ്ട് എന്ന് പറയാറുണ്ട്, ഒരു ശക്തി. എന്താ വെച്ചാൽ ബെസ്റ്റ് മ്യൂസീഷ്യൻസ് ഞങ്ങളാണോ? അല്ലോ, അതാണ് അതിന്റെ രസം അല്ലേ. നമുക്ക് തന്നെ അറിയാം, ഇതിന്റെ അകത്ത് ഒത്തിരി പേര് പറയാറുണ്ട് ഇവന്മാരാണോ ഇത്രയും വലിയ. ഞങ്ങൾക്കറിയാം, ആരും പറയേണ്ട ബെസ്റ്റ് സിംഗേഴ്സ് നമുക്കറിയാം. പക്ഷേ വി ആർ ദി ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ഞാൻ പറയാം. അപ്പം എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ഞാൻ ഇവനും തമ്മിൽ തന്നെ അടി ഉണ്ടാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അഭിപ്രായ വ്യത്യാസം എല്ലായിടത്തും വരില്ല, പക്ഷെ അത് എത്രത്തോളം ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളിടത്താണ്. അവിടെ ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നിടത്തൊന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് പോകുന്നിടത്താണ് ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആകുന്നത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൽ ഒരാൾ പറയുന്ന ഏതാണ് ബെറ്റർ എന്ന് രണ്ടാളും മനസ്സിലാക്കുന്നിടത്താണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ വരുന്നത്. അത് ഞങ്ങൾക്കിടയിൽ എല്ലാവരുടെ ഇടയിലും ഉണ്ട്. ഇപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷേ അതിനകത്ത് 10 പേര് 10 അഭിപ്രായം പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് അഭിപ്രായം ആരാണോ പറയുന്നത് അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതിന് പിന്നെ ആർക്കും ഒരു വിഷമമില്ല. അത് എന്താ പറയുക, വേറൊരാളുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ആ ആസ് എ ടീം നന്ദഗോവിന്ദം എന്നുള്ള ആ ഒരു ടീമിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ചൂസ് ചെയ്യാൻ ആരും ഒരു മടി കാണിക്കാറില്ല. അതല്ലേ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന കാര്യം, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വി മൈ നോട്ട് ബി ദ ബെസ്റ്റ് ടാലന്റഡ് പീപ്പിൾ, പക്ഷെ നമ്മൾ ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് നമുക്കാകാൻ പറ്റും അല്ലേ. അപ്പോൾ അത് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇത് ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടുക. അതിൽ ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 10 വഴി കൂടെ പോകാണ്ട് കീപ്പ് ഓൺ ഹിറ്റിംഗ് ദ സെയിം നെയിൽ അല്ലേ. നമ്മൾ അത് എന്നെങ്കിലും മാത്രമേ നമുക്ക് ആ ഫോക്കസ്ഡ് കിട്ടുള്ളൂ. നീഡ് ബി ഫോക്കസ്ഡ്. ആ ഒരു കാര്യത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ബെസ്റ്റ് അല്ലെങ്കിലും നമ്മൾ ഒരു സമയത്ത് ബെസ്റ്റ് ആവും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഞങ്ങൾ. അപ്പം ഞങ്ങളൊന്നും ഒരു സ്റ്റാർ സിംഗേഴ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷനിലോ പോയിട്ട് ഒരു വിന്നേഴ്സും അല്ല ഞങ്ങൾ, ഒരു സിംഗേഴ്സും വി ആർ നോട്ട്. പക്ഷേ ഞങ്ങളുടെ കോംബോ ഈസ് മേക്കിംഗ് സംതിങ്. അത് ഞങ്ങളുടെ ഇത്രയും വർഷത്തെ പണിയും സ്നേഹമാണ്. ഇതിപ്പോൾ പലർക്കും അത് മോട്ടിവേഷൻ കൂടി, ഇപ്പം ഈ പറഞ്ഞ കാര്യം. കാരണം ഇപ്പം ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ പോയി അന്ന് തോറ്റ് തിരിച്ചു വരുന്നവർ ഇപ്പോഴും ഡിപ്രഷൻ അടിക്കും, എന്റെ ലൈഫ് പോയി എന്ന് ചിന്തിക്കുന്ന ഷോയിലേ പോവാത്ത ഞങ്ങള് പക്ഷെ ഞാൻ പറയുന്നത്. അതെ, പക്ഷെ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അതൊന്നും ഒരു അവസാനമല്ലല്ലോ, എല്ലാത്തിന്റെ ഒരു ആരംഭമായിട്ട് കാണുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാളെ ഉള്ളൂ ഭജന കേൾക്കാനെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് അത് ഉപേക്ഷിച്ചിരുന്നെങ്കിലും ഇന്നിപ്പോ ഈ കാണുന്ന 10,000 കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഇതിങ്ങനെ ഈ നന്ദഗോവിന്ദത്തിന് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നില്ല അല്ലേ. അപ്പൊ അന്നും ഇന്നും ഏത് ഭ്രാന്തോടു കൂടി തുടങ്ങിയോ ആ ഭ്രാന്തോടു കൂടി തന്നെയാണ് ഇന്നും ഭജന ഞങ്ങൾ കാണുന്നതും കൊണ്ടുപോകുന്നതും. കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് നല്ലൊരു കുട്ടിയെ ചോദിച്ചാൽ, ചേട്ടാ എങ്ങനെയാണ് ചേട്ടൻ കൺട്രി സെയിൽസ് മാനേജറുമായി അറ്റ് ദ സെയിം ടൈം മ്യൂസിക്കിലുമായി, എനിക്ക് എന്താ അടുത്ത കരിയറിൽ ചെയ്യുന്ന ഡിസിഷൻ വീട്ടുകാർ പ്രഷർ ചെയ്യുന്നത്, എന്താണ് ചേട്ടൻ എനിക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്താണോ പാഷൻ അതിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ വീട്ടുകാർ പല കാര്യങ്ങളും പറയുമായിരിക്കും. അപ്പം ഇപ്പോഴത്തെ സൊസൈറ്റിയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതല്ലേ. വീട്ടുകാർ പറയുന്നു ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ അത് കൊടുക്കണം, അവർ ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന പാത്തിൽ കൂടെ തന്നെ കുട്ടികൾ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സർട്ടൺ പോയിന് ശേഷം അവർ ബ്രേക്ക് ഡൗൺ ആവും കുട്ടികൾ. അപ്പോൾ ഇപ്പം ഞാൻ പോലുവാണെന്നുണ്ടെങ്കിലും ഓക്കെ, ഞാൻ ഒരു സൈഡിൽ കരിയറിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. യെസ്, ഐ എം മേക്കിംഗ് മണി, ഗുഡ് മണി ഫ്രം ദുബായ്. പക്ഷേ 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല. ഞാൻ ശരിക്കും എൻ്റെ മനസ്സ് കിടക്കുന്നത് മുഴുവൻ ഇവിടെയാണ്. അപ്പോൾ അതാണല്ലോ നമ്മൾ ട്രാവലിംഗ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഓൾവേസ് കീപ്പ് ഓൺ ഫോക്കസിങ് ഓൺ വാട്ട് യു ലൈക്ക്. അപ്പോൾ അത് സമയമെടുക്കുമായിരിക്കും, പക്ഷേ അത് ചെയ്യുന്ന കാര്യം കീപ്പ് ഓൺ നമ്മൾ വർഷങ്ങളെടുത്തിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ റിസൾട്ട് വിൽ കം. അപ്പോൾ അത് കിട്ടും എന്തായാലും. അത് ഇപ്പം നിങ്ങളുടെ നന്ദഗോവിന്ദം ഭജൻസ് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് ബാൻഡുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ സ്ത്രീകളെ കൊണ്ടുവരുന്നവർ ഏറ്റവും കമന്റ് കൊണ്ടുവരില്ലേ എന്ന രീതിയിലായിരുന്നു. ഇപ്പൊ സ്ത്രീകളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അല്ലാതെ തന്നെ ആൺകുട്ടികൾ മാത്രമായിട്ടുള്ളതും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് ഒരു ദിവസം റിക്വസ്റ്റ് ആയിട്ടൊരു പറഞ്ഞൊരു കാര്യം, എല്ലാ ആഴ്ചയും നിങ്ങൾ ഇങ്ങനെ ട്രെൻഡ് കൊണ്ടുവരില്ലേ, കാരണം അവര് പോയി പെർഫോം ചെയ്യാൻ പോകുമ്പോഴും നിങ്ങളുടെ പാട്ടുകൾ പാടാനാണ് പറയുന്നത്. സോ എങ്ങനെ ഈ ട്രെൻഡുകൾ സംഭവിക്കണേ? നമ്മളെപ്പോഴും പാട്ടുകൾ ചൂസ് ചെയ്യുമ്പോൾ ഞങ്ങളാണേലും ആദ്യം തൊട്ടേ ശ്രമിച്ചിരുന്ന, നമ്മളൊരു ഓഡിയൻസിൻ്റെ സൈഡിൽ നമ്മളിരിക്കുമ്പോൾ ആ ഒരു പെർഫോമർ ഏത് പാട്ട് പാടിയാലാണ് നമുക്ക് ഇഷ്ടപ്പെടുക എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കില്ല. ഇന്ന പാട്ട് ആൾ ഇന്ന പാട്ട് പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ ഒരു പാട്ട് ഞങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതും ശ്രദ്ധിക്കാറുണ്ട്. ഇത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുമോ, അല്ല നമ്മളൊരു പ്രേക്ഷകനായിട്ട് നമ്മളവിടെ പോയിരുന്നാൽ നമുക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ്. ആദ്യകാലത്തല്ല കേട്ടോ, ആദ്യകാലത്ത് നവീൻ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള
ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഏത് കിട്ടുന്നു അത് പാടുക എന്നുള്ളതല്ലാതെ. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ആണ്, നമ്മളെ സന്തോഷിപ്പിക്കുന്ന പാട്ടുകളാണ് നമ്മൾ കൂടുതലും. അപ്പം ഓഫ് കോഴ്സ് അത് ബാക്കിയുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഞാനിവിടെ വരുന്ന സമയത്ത് അമ്പലത്തിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുന്ന കേട്ടു നിങ്ങളുടെ വളർച്ചയോട് കൂടി ഈ അമ്പലത്തിൻ്റെ വളർച്ച മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയെന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്? അതും നമ്മുടെ ഏപ്രിലെ പ്രോഗ്രാമിന് മുന്നോടിയായിട്ടുള്ള മാറ്റങ്ങളാണോ? അതെ, അല്ല അതിന് മുന്നോടിയായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമല്ല, ഇത് നമ്മളെ ഈ അമ്പലത്തിൻ്റെ ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാം ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു ഈ 4 കെട്ട് മതിൽക്കെട്ട് പണിയുക എന്നുള്ളതും. അപ്പോൾ ഇതിൻ്റെ പുനരുദ്ധാരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വളർച്ചയോടെ കൂടെ തന്നെ ഇവിടുത്തെ ഭഗവാനും അതിൻ്റെ സാഹചര്യങ്ങളും അതിനുള്ള എല്ലാം തന്നെ കൂടത്തിൽ വളരുന്നു എന്നുള്ളൊരു കാര്യം. ഞങ്ങളുടെ സ്വന്തം അമ്പലമാണല്ലോ, അപ്പം നമുക്കും സന്തോഷമാണ് തരുന്നത് നമുക്ക് ഇവിടെ ഈ വളർച്ച. അപ്പം അവരും നമ്മുടെ അമ്പലത്തിലുള്ളവരെല്ലാവരും സപ്പോർട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കുറേ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് നമ്മൾ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഫുള്ള് കല്ലിലാണ് അല്ലേ, നമ്മൾ ഇവിടെ കൃഷ്ണശിലയിലാണ് ഇവിടെ ചെയ്യുന്നത്, മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ വർക്കുകൾ. അപ്പോൾ അതിനുള്ള സപ്പോർട്ടുകളൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. അതെ, ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിലെ വൈകാരികമായിട്ട് കാര്യങ്ങൾ കാണുന്നത് ആരാ? അതായത് എല്ലാം ഇമോഷണലി കാര്യങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന കൂട്ടത്തിൽ ആരായിരിക്കും? ഇപ്പോൾ റീസെൻ്റ്ലി ഞാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറേ നാൾ ടീമിൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് പല മൊമെൻറ്റ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഞാൻ ഭയങ്കര ഇതാവും. ഇപ്പോൾ ലാസ്റ്റ് ഭജൻ കണക്റ്റിന് ഇവരെനിക്കൊരു സർപ്രൈസ് എൻട്രി ഒക്കെ തന്നായിരുന്നു. ഒന്നും ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഭയങ്കര എൻ്റെ അടുത്ത് ആ വീഡിയോ മമ്മി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. നവീൻ്റെ പെങ്ങള് ഞാനും ആ എൻട്രി ചെയ്യുന്നിടത്തായിരുന്നു. അന്നത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. കാരണം ഞാനതൊട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇങ്ങനൊരു വീഡിയോ. മേ ബി ഒരു ഇൻട്രോ പോലെ എന്തെങ്കിലും കാണുമെന്ന് അറിയാമെന്നല്ലാതെ ഒരു 5 minutes വീഡിയോ ഒന്നും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 1.5 വർഷം മാറി നിന്ന് നമ്മളുടെ ഒരു കുഞ്ഞിൻ്റെ വളർച്ച കാണുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. നമ്മളുണ്ടായിരുന്നൊരു സ്ഥലത്തുനിന്ന് മാറിയിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞിട്ട് അത് ലോകം മൊത്തം അറിയുന്നത് നമ്മൾ പുറത്ത് നിന്ന് കാണുമ്പോഴത്തേക്കും ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും ഞാൻ വിളിക്കും. ഓരോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എടാ നല്ലൊരു പ്രോഗ്രാമായിരുന്നു, ഞാൻ ലൈവ് കണ്ടായിരുന്നു. എല്ലാ ലൈവും കാണും രാവിലെ. കാരണം ഇവിടുത്തെ വൈകുന്നേരം എനിക്ക് രാവിലെയാണല്ലോ. അപ്പോൾ എല്ലാ ലൈവും ഞാൻ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ കാണും. അപ്പം അതുപോലെ തന്നെ ഓരോ പാട്ടുകളും ഞാൻ നവീൻ്റെ അടുത്ത് പറയും, ഞാൻ ചിലപ്പോൾ പാട്ടുകൾ തെറ്റിക്കുമായിരിക്കും സ്റ്റേജിൽ. കാരണം ഞാൻ വേറൊരു ട്രാൻസിലാണ്. ആദ്യത്തെ പാട്ട് തൊട്ട് ഞാൻ വേറെ, കാരണം ഇത്ര നാൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും, കാരണം ഞാൻ പോയ സമയത്തുള്ള അല്ല ശരിക്കും. അതായത് ഈവൻ ഓഡിയൻസ് വൈസ് ആണെങ്കിലും സ്റ്റേജിലെ നമ്മൾ അകത്തിരിക്കുമ്പോൾ ഇമ്പാക്റ്റ് ആണല്ലോ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഓരോ ദിവസം നമ്മൾ പർപ്പസ്ലി അല്ലെങ്കിൽ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരിക്കും. അത് ഞങ്ങൾ പാട്ട് മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ കീബോർഡിൽ കാണാൻ അവനൊക്കെ കൊണ്ടുവരുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഓർക്കുന്നുണ്ടല്ലോ ഉഴപ്പൻ. ഇന്നലെ ഞങ്ങൾ ഉഴപ്പനൊന്നുമല്ല, അവന്റെ വർക്കിൽ ഭയങ്കര ഈ പറഞ്ഞ പോലെ പാഷനേറ്റ് അവൻ ആ കാര്യത്തിൽ. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഇന്നലെ ബീച്ചേട്ടൻ ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം. അപ്പോൾ ബീച്ചേട്ടൻ പാടിയൊരു പാട്ടിന് അവനൊരു ഒരു സപ്പോർട്ടിംഗ് ആയിട്ടൊരു ഇത് വായിച്ച് ഞങ്ങൾ രണ്ടുപേരും അത് നോട്ടീസ് ചെയ്തു എന്നുള്ളത് എനിക്ക് വണ്ടിയെ വന്നപ്പോഴാണ് മനസ്സിലായി. ഞാൻ നവീൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു, ഞാൻ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞു അവനെ. കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു എന്താ പറയുക നല്ലൊരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു എല്ലാരും ജയകൃഷ്ണൊക്കെ വയലിലൊക്കെ അഖിലും രണ്ടുപേരും ഓരോന്നും ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരുന്ന എഫക്ട്സ് ആണ്. അവർ മൃദംഗം ഉണ്ണിക്കുട്ടനാണെന്നുണ്ടെങ്കിലും ഋതംപാട് വിപിൻ അപ്പക്കുട്ടൻ എല്ലാവരും ടീം വർക്ക് അല്ലേ. ഒരാള് ഇപ്പൊ ഞാൻ പറയട്ടെ, കോറസിലുള്ള ഒരാൾ മാറിയാൽ പോലും ഞങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ആ ഒരാളുടെ പോലും കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സത്യം. അപ്പോൾ അതുകൊണ്ട് ഇമോഷണലി ഏറ്റവും കൂടുതൽ ഇപ്പം കണക്റ്റായി നിൽക്കുന്നത് ഞാനായിരിക്കും. ഫുള്ളി ഈ പറഞ്ഞ പോലെ എല്ലാ പാട്ടുകളും എന്നെ സംബന്ധിച്ച് ഞാൻ വേറൊരു ലെവലിലാണ് എന്നെ കൊണ്ടെത്തിക്കുന്നത്. അപ്പം നവീൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പറയണം, ഞാൻ തെറ്റിക്ക് ഉറപ്പാണ്. കാരണം ഞാനിത് ചിലപ്പോൾ ലിറിക്സ് പോലും ഞാൻ നോക്കുന്നുണ്ടാവില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെന്ന് എൻ്റെ കാലിനിട്ടൊന്ന് തട്ടിയേക്കണം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പാടിയൊക്കെ പോകുന്നത്. ഞങ്ങൾ തെറ്റിക്കും ശ്രീരാജേട്ടൻ. കഴിഞ്ഞ ഇന്റർവ്യൂ എനിക്ക് ശ്രീരാജേട്ടനെ കാണാൻ പറ്റില്ല. ഈ ഇന്റർവ്യൂലൊന്നും പറയരുത്. അതെ,
ഞാൻ എല്ലാ സ്റ്റേജിലും തെറ്റിച്ചാൽ പോലും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നേ. ഞാൻ ചിലപ്പോ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എനിക്ക് ശ്രീയ ചേട്ടൻ കാണുന്ന കഴിഞ്ഞ ഇന്റർവ്യൂ കാണാൻ പറ്റില്ല. പക്ഷെ ശ്രീയ ചേട്ടന്റെ ചിരിയിൽ നമ്മളത് മറക്കും. കള്ളകൃഷ്ണൻ എന്നൊക്കെ പറയാറുണ്ട്, പേര് കേൾക്കാറില്ലേ? പക്ഷെ ഭയങ്കര ശരിയാണ്. കാനഡ ആയാലും മനസ്സ് ഇവിടെ ആയിരുന്നു, ഇവരുടെ കൂടെ ആയിരുന്നു എന്ന് വ്യക്തമായിരുന്നു. അപ്പൊ ആ ഒരു ഇത് കണ്ടുകൊണ്ടാണ് എന്റെ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കാലിക്കറ്റ് പ്രോഗ്രാമിനാണ് ഞാൻ വരുന്നത്. 12-ാം തീയതി പ്രോഗ്രാം, 9-ാം തീയതി രാത്രിയാണ് എന്നെ വിളിച്ചിട്ട് വരുന്നത് ടിക്കറ്റ് എടുക്കാൻ. വൈഫാണ് ടിക്കറ്റ് എടുത്ത് തരുന്നത്. എത്രയും പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞിട്ട്. കാരണം അവള് കാണുന്നുണ്ട് എല്ലാ ദിവസവും. ഞാൻ അവിടെ ഈ പ്രോഗ്രാം കാണുന്നു, കമന്റ് വായിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്റർവ്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫാമിലിയുടെ സപ്പോർട്ട്. അവളൊറ്റയ്ക്കാണ് അവിടെ. 2 കുട്ടികൾ, 8 വയസ്സും 4 വയസ്സുള്ള 2 കുട്ടികൾ. അത് എനിക്കറിയില്ല എങ്ങനെയാ അവള് മാനേജ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഈ പറഞ്ഞ നവീന്റെ വീട്ടിലാണേലും അവിടെ 2 പേരും ഒരേ പ്രായത്തിലുള്ളത്. എന്റെ ഇതിലെ കാര്യം പറയുവാണെങ്കിൽ ഒറ്റ വീക്കെൻഡ് ഞാനിപ്പോ ഇല്ല. അതാണ് എല്ലാ ദിവസവും അവള് 2 പേരെയും വെച്ചിട്ട് മാനേജ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ കസിൻസ് ഒക്കെ ഉണ്ട്, പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ വീക്കെൻഡിൽ ചെല്ലും. അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു. ഈ ഭയങ്കര അച്ചടക്കമുള്ള ഒരു ഡിസിപ്ലിൻ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് കറക്റ്റ് തന്നെയാണ്, കാരണം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും അതിലൊരു കൃത്യമായിട്ട് അച്ചടക്കം പാലിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആരാ കൂട്ടത്തിൽ? ഉണ്ണികൃഷ്ണൻ. മാനേജർ. അല്ല, എല്ലാവർക്കും ഒരു ബോധമുണ്ട് അച്ചടക്കം വേണമെന്നുള്ള കാര്യം. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്ന മനുഷ്യൻ ഉണ്ണികൃഷ്ണനാണ്. അത് പിന്നെ നമ്മളെല്ലാരും എൻഫോഴ്സ് ചെയ്യും അത് വേണമെന്നുള്ള കാര്യം. മോശമല്ലേ നമ്മൾ ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് കറക്റ്റ് സമയത്ത് ചെയ്യുന്നില്ലെങ്കിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ എല്ലാം അതൊരു കാര്യത്തിൽ മാത്രമല്ല. അപ്പൊ അതെല്ലാം അങ്ങനെ. ഭജന എന്നൊരു കോൺസെപ്റ്റ് ഇപ്പോഴാണ് നിങ്ങൾ വന്നതിന് ശേഷം ഒരു മാറ്റം വരുന്നത്. അത് ഇപ്പൊ പണ്ട് ഭജന ചെയ്യുന്ന ആളുകൾക്ക് പോലും പുതിയത് കൊണ്ടുവരാൻ നിങ്ങളത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങളാണ് അതിന്റെ തുടക്കം കൊടുത്തതെന്ന് ഇപ്പോഴും നന്ദിയോടുകൂടി അവർ ഓർക്കാറുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്ന ആളുകൾ അത് പറയാറുണ്ട്. സോ അത് ഭയങ്കര പ്രൗഡ് അല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? അവർക്കൊരു വഴി തുറന്നു കൊടുക്കാനും അല്ലെങ്കിൽ ഭജന ഇത്രയധികം ആളുകളിലേക്ക് എത്തിക്കാനും പറ്റിയത് നന്ദഗോവിന്ദം വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇതിലേക്ക് വന്നിട്ടേ, അപ്പം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, പാട്ട് പാടാനുള്ള എഫേർട്ട് എടുക്കുന്നു, പ്രോഗ്രാംസ് ചെയ്യുന്നു. അപ്പോൾ അവർ ദേ ആർ ഓൾസോ മേക്കിംഗ് മണി പ്രോഗ്രാംസ് ചെയ്തിട്ട് ചെയ്യുന്നു. അപ്പം നമ്മള് ഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെയുള്ള ഡ്രസ് ഇട്ട് അങ്ങനെയൊക്കെ അത് കാണുമ്പോഴത്തേനും ഭയങ്കര മനസ്സിന് സന്തോഷമാണ് വരുന്നത്. ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അവര് കുട്ടികളൊക്കെ കുറച്ചുപേരൊക്കെ നമ്മൾ അമ്പലപ്പുഴയിലാണെങ്കിലും വരാഹി അവര് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ പലരിലും കോണ്ടാക്ട് ഉണ്ട്. ഞാനിപ്പോ വിചാരിക്കുന്നത് നിങ്ങളൊരു ബാൻഡാണ്, അപ്പം പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ അർജുനൊക്കെ പറഞ്ഞില്ലേ ഒരാഴ്ചയിലും ട്രെൻഡ്, പേഴ്സണലി ഞങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്. അവര് പണ്ടോട്ടേ നമ്മള് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ എഫേർട്ട് ഇട്ട് അവർ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ഈ പറയുന്ന ഒത്തിരി ഗ്രൂപ്പുകൾ പുതിയ വരുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ കാര്യം ഒരു ഏതാണെങ്കിലും ഒരു ഓവറോൾ ഇതിന് എവറിത്തിങ് ഈസ് ഇൻ ഇൻഡസ്ട്രി. അപ്പോൾ ഇത് ഈ ഒരു ടോട്ടലായ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് വളർന്നെങ്കിൽ മാത്രമേ, അതിൻ്റെ പൈ വളർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലൊരു നന്ദഗോവിന്ദം മാത്രം അവിടെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പം സെയിം നമ്മുടെ കാര്യം മലയാളം ഫിലിമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒത്തിരി സിനിമകൾ വരണം, ആ സിനിമകളെല്ലാം സക്സസ് എങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ഇൻഡസ്ട്രീസും അല്ലേ. അപ്പം ആ ഒരു തോട്ട് വലിയ കാര്യമാണ്. ചിലപ്പോൾ അങ്ങനെ എല്ലാവരും ചിന്തിക്കണം എന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ നമ്മൾ ഒരിക്കലും ഞാൻ മാത്രം സക്സസ് ആയിട്ട് കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട് അമ്പലത്തിന് ചുറ്റും. പക്ഷെ നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, എനിക്കൊന്ന് ആ കൊച്ചിലെ ആ സപ്പോർട്ട് കിട്ടിയപ്പം നിങ്ങൾ ഇത്രയും വളർന്നു. ആൻഡ് ഇനിയും വളരട്ടെ നന്ദഗോവിന്ദം ഭജൻസ്, ഇനിയും വളരട്ടെ. ഇനിയും എനിക്ക് നിങ്ങളുടെ മുഴുവൻ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. ഈ പോസിറ്റിവിറ്റി എപ്പോഴും ഉണ്ടാവാം. സോ നമുക്കും അത് കിട്ടുന്നുണ്ട്. അപ്പം എങ്കിലും നമുക്കത് വേറെ കൊടുക്കാൻ പറ്റും. സോ എപ്പോഴും പോസിറ്റിവിറ്റി ഉണ്ടാവണം. ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനൊക്കെ സാധിച്ചില്ല. അപ്പൊ ഇനി നമുക്ക് കാണണം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്.